ഒടുവിലിത് ദേശീയപാതയിലെ കുഴികളടയ്ക്കാൻ കർശന നിർദ്ദേശം നൽകുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയും കേരളത്തിലെ റോഡിലെ കുഴി വീഴ്ത്തി. റോഡിലെ കുഴിയിൽ വീണ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനത്തിന്റെ ടയർ പൊട്ടി അദ്ദേഹം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൃശൂർ കുന്നംകുളം റോഡിൽ മുണ്ടൂർ മഠത്തിന് സമീപം റോഡിലെ കുഴിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കാർ വീണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയതും. അപകടത്തിൽ വാഹനത്തിന്റെ ടയർ പൊട്ടുകയായിരുന്നു. ഈ ടയർ മാറ്റിയതിന് പിന്നാലെ അദ്ദേഹം യാത്ര തുടർന്നു. കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ മുണ്ടൂർ മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗം ഏറെ നാളായി ശോചനീയ അവസ്ഥയിലാണ്. അതേസമയം ഇതിനു മുൻപ് തന്നെ റോഡിലെ കുഴികളുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്കും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം തന്നെ ഉയർത്തിയിരുന്നു. അതായത് കേരളത്തിലെ ഇത്തരം റോഡുകൾ കാരണം ജനങ്ങളെ റോഡിൽ മരിക്കാൻ വിടാനാകില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയത്. സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി അന്ന് വിശദീകരണം തേടിയിരുന്നു. ദേശീയപാതയിലെ കുഴികൾ പൂർണ്ണമായും അടിയന്തരമായും അടയ്ക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. ഹോട്ടൽ ജീവനക്കാരൻ ഹാഷിം ദേശീയപാതയിൽ നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള റോഡിലെ കുഴിയിൽപ്പെട്ട് തെറിച്ച് വീണ മറ്റൊരു വാഹനം കയറി മരിച്ച സംഭവത്തിലായിരുന്നു അന്ന് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയത്. അടിയന്തരമായി റോഡിലെ കുഴികൾ അടയ്ക്കാനാണ് ദേശീയപാത അതോറിറ്റിക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്ന് നിർദ്ദേശം നൽകിയത്. റോഡിലുണ്ടാകുന്ന അപകടങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണെന്നും കോടതി വിമർശിച്ചിരുന്നു. ഇതിനെതിരെ ജില്ലാ കളക്ടർമാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നായിരുന്നു കോടതി ചോദിച്ചത്. അതായത് ദുരന്തമുണ്ടായതിനു ശേഷമല്ല നടപടി എടുക്കേണ്ടതെന്നായിരുന്നു കോടതി പറഞ്ഞതും. ഇനിയും എത്ര ജീവൻ കൊടുത്താലാണ് കേരളത്തിലെ റോഡുകൾ നന്നാവുക എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. മഴയായതുകൊണ്ടാണ് റോഡുകൾ നന്നാക്കാൻ വൈകിയതെന്നായിരുന്നു പലപ്പോഴും പറയുന്ന കാരണം. കേരളത്തിൽ മാത്രമാണോ ഇത്തരത്തിൽ മഴയെന്ന് ചോദിച്ച കോടതി സംസ്ഥാനത്തെ കുഴികൾ അടയ്ക്കുന്നത് പശവച്ചാണോ എന്നും ചോദിച്ചിരുന്നു. അതായത് രാത്രി ഹോട്ടൽ പൂട്ടി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു റോഡിലെ കുഴിയിൽപ്പെട്ട ബൈക്ക് യാത്രികൻ ഹാഷിം തെറിച്ച് വീണ് വാഹനമിടിച്ച് മരണപ്പെട്ടത്. ദേശീയപാതകളിൽ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകട മരണം ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ അപകടത്തിന് പിന്നാലെ ഉണ്ടായ ഹൈക്കോടതി നിരീക്ഷണത്തിന് പിന്നാലെ പ്രതിപക്ഷം പോലും സർക്കാരിനെതിരെ വ്യാപകമായി വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. റോഡിലെ കുഴികൾ സംബന്ധിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരിന് പോലും ഇത് തുടക്കം കുറിച്ചു. ഏത് വകുപ്പിന്റെ റോഡാണെങ്കിലും കുഴികൾ ഉണ്ടാകരുത് എന്നാണ് അഭിപ്രായമെന്നായിരുന്നു അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. കേരളമുണ്ടായ അന്നു മുതൽ റോഡുകളിൽ കുഴിയുണ്ടെന്നും പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല. DLP ബോർഡ് പ്രസിദ്ധപ്പെടുത്തിയതോടെ പൊതുമരാമത്ത് റോഡുകളിൽ നില മെച്ചപ്പെട്ടു എന്നും മന്ത്രി വ്യക്തമാക്കി. റോഡിലെ കുഴി കണ്ടാൽ അറിയാം സർക്കാരിന്റെ പ്രവർത്തനമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് VK കുഞ്ഞാലിക്കുട്ടിയും അന്ന് തിരിച്ചടിച്ചത്. റോഡിലെ കുഴിയടയ്ക്കാൻ പണമില്ല, ഇങ്ങനെ പോയാൽ അടിയന്തര പ്രക്ഷോഭം നടത്തേണ്ടി വരുമെന്നായിരുന്നു ഇക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടത്. അതേസമയം നിരത്തിലെ കുഴികളിൽ സ്വന്തം വകുപ്പിലെ കെടുകാര്യസ്ഥത മറച്ചു പിടിക്കാനാണ് മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത്. അതായത് ദേശീയ കുഴിയായാലും സംസ്ഥാന കുഴിയാണെങ്കിലും മരിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. പൊതുമരാമത്ത് വകുപ്പിൽ NH വിഭാഗം ചീഫ് എഞ്ചിനീയർ ഉദ്യോഗസ്ഥരുമുണ്ട്. റോഡ് വിഷയത്തിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. നിറയെ കുഴികളുള്ള റോഡിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ തയ്യാറാകണം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. മാത്രമല്ല പൊതുമരാമത്ത് മന്ത്രി സ്വന്തം കെടുകാര്യസ്ഥത മറച്ചുവെക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് അന്ന് കുറ്റപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. നന്ദിലൻ ജിമാർട്ട് ബെൻസ ഓഫർ. ഗോപുനന്ദിലൻ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബെൻസ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എക്സ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലൻ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.